നമസ്കാരം. ബോൺസായി ടോപ്പിക്കിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ച ബോൺസായി ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് ബോൺസായി ചട്ടിയിൽ ചെടി നടുന്നത് എങ്ങനെയാണെന്ന് കാണാം. മരത്തിൻ്റെ ഷേപ്പ് കിട്ടുന്ന ഏത് ചെടി വേണമെങ്കിലും നമുക്ക് ബോൺസായി ചെയ്യാം. ഇന്ന് നമ്മൾ നടാൻ പോകുന്നത് ഒരു ചെറുനാരകത്തിൻ്റെ തൈയും അതേപോലെ തന്നെ ഒരു തൊട്ടാവാടിയുമാണ്. അപ്പോൾ ചെടി നടാനായിട്ട് നമുക്ക് ചട്ടി റെഡിയാക്കണ്ടേ? അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രെയിനേജ് ഹോളിൻ്റെ ഭാഗത്ത് ഈ മെഷ് ഇങ്ങനെ ഫിക്സ് ചെയ്യണം. അതിനായിട്ട് ഡ്രെയിനേജ് ഹോളിൻ്റെ സൈസ് അനുസരിച്ച് മെഷ് മുറിച്ചെടുക്കുക. ഇതിപ്പോൾ ചെറിയ ഡ്രെയിനേജ് ഹോളാണ്. പക്ഷെ നമ്മൾ സെറാമിക് പോട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ, ബോൺസായി പോട്ട് വാങ്ങുകയാണെങ്കിൽ ഇതേപോലെ വലിയ ഡ്രെയിനേജ് ഹോളാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ സൈസ് അനുസരിച്ച് ഈ മെഷ് മുറിച്ചെടുക്കുക. ഇനി ഈ മെഷ് ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു വയർ വേണം. അപ്പോൾ സാധാരണ ബോൺസായി വയർ തന്നെയാണ് ഇതിന് ഉപയോഗിക്കുക. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അലുമിനിയം വയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കട്ടിയുള്ളതല്ലേ. അതിന് പകരം നമുക്ക് ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ്. ഈ ബ്രെഡൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ മേലെ കിട്ടില്ലേ, അതുപോലത്തെ വയറാണ്. അതല്ലെങ്കിൽ എയർ പ്ലാന്റ് ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഈ വയർ കിട്ടും. ഇതുപോലെ പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ള ഫാൻസി വയേഴ്സ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതായാലും മതി. ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു വയർ ഉപയോഗിച്ച് ഈ മെഷ് അവിടെ ഫിക്സ് ചെയ്യുക. ഈ വയർ ഇങ്ങനെ കുറച്ച് നീളത്തിന് മുറിച്ചിട്ട് അത് യു ഷേപ്പ് ആക്കണം. ഇങ്ങനെ. ഇനി ഇതുപോലെ വലിയ ഹോളാണെന്നുണ്ടെങ്കിൽ യു ഷേപ്പിൻ്റെ ഈ ഭാഗമല്ലേ, ഈ ബെൻഡ്, അത് ഇതുപോലെ നീളം വേണം കേട്ടോ. ഹോളിൻ്റെ സൈസ് അനുസരിച്ച് ഈ ബെൻഡിൻ്റെ സൈസും തീരുമാനിക്കുക. മെഷ് ആദ്യം ഡ്രെയിനേജ് ഹോളിൻ്റെ മേലെ വയ്ക്കുക. പിന്നെ ഈ വയറുണ്ടല്ലോ, അത് ഈ ഹോളിൽ കൂടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് കണ്ടില്ലേ, ഇത് പുറത്തേക്ക് കടത്തുക. മനസ്സിലായോ? കണ്ടോ? ഇനി ഇത് നമ്മൾ ഇങ്ങനെ വളച്ച് വയ്ക്കും. ഇപ്പോൾ കണ്ടില്ലേ, മെഷ് അവിടെ ഫിക്സായി. ഇതേപോലെ തന്നെ ഈ ഭാഗത്തും ചെയ്യാം. ഇപ്പോൾ നോക്കിയേ, ഈ ചട്ടിക്ക് 4 ഹോളുണ്ട്. പക്ഷെ 2 എണ്ണത്തിലേ നമ്മൾ മെഷ് ഇട്ടിട്ടുള്ളൂ. ബാക്കി 2 എണ്ണം ഫ്രീ ആണ് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഫ്രീ ആക്കി വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ആങ്കറിങ് ഹോൾസ് ആണ്. എന്ന് വെച്ചാലേ, വലിയ തൈകളാണ് നമ്മൾ നടുന്നതെങ്കിൽ ഈ ചെടിച്ചട്ടിയിൽ തൈ നട്ട് കഴിഞ്ഞാൽ ഇതിനധികം ആഴമില്ലല്ലോ. അപ്പോൾ അത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി മറിഞ്ഞു വീഴും, സാധാരണ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ആങ്കറിങ് ഹോളിൽ കൂടെ വയറിട്ട്, ബോൺസായി വയർ അല്ലെങ്കിൽ അലുമിനിയം വയർ ഉപയോഗിച്ച് ഈ ചെടീനെ താഴെ കെട്ടും. അത് ആങ്കർ ചെയ്യാൻ വേണ്ടി, അതവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ 2 ഹോൾ നമ്മൾ ഫ്രീ ആക്കിയിട്ടിരിക്കുന്നത്. ഇനി ഈ ആങ്കറിങ് ഹോളിൽ കൂടെ നമുക്ക് വയർ ഇൻസേർട്ട് ചെയ്യാം. അതിന് ആദ്യം ഈ ചട്ടി ഇങ്ങനെ കമത്തി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ വയറുണ്ടല്ലോ, ബോൺസായി വയറോ അല്ലെങ്കിൽ അലുമിനിയം വയറോ എന്താണെങ്കിൽ അത് ഈ അളവനുസരിച്ച് ഈ അളവിനെടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ ബെൻഡ് ചെയ്യുക. ഈ ഷേപ്പ് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് ഈ ഹോള് തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. ആ അളവിനാണ് നമ്മൾ ബെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ കൂടെ ഇങ്ങ് ഇൻസേർട്ട് ചെയ്യുക. ചട്ടി തിരിച്ചെടുക്കുക. ഈ ഹോളിൽ കൂടെ ഇതിങ്ങനെ കയറ്റി വയ്ക്കും. കണ്ടില്ലേ? എന്നിട്ട് ഇതിങ്ങനെ വളച്ച് വയ്ക്കും പുറത്തേക്ക്. അപ്പോൾ ചട്ടി നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഇതിൽ പോട്ടി മീഡിയം നിറയ്ക്കലാണ്. ആദ്യം നമ്മൾ ഒരു ലെയർ ചരലാണ് ഇടുന്നത് ബേസിൽ. ഒരുപാട് കട്ടിയിലിടേണ്ട കാര്യമില്ല, ഒരൊറ്റ ലെയർ കേട്ടോ. ഒരു ഡ്രെയിനേജ് ലെയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ചട്ടിയിൽ ഞാൻ അതുപോലെ ഒരു ലെയർ ചരൽ നിറച്ചു. ഇതിന് നമ്മൾ ആങ്കറിങ് വയർ വെച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് ഞാൻ ചെറിയൊരു ചെടിയാണ് നടാൻ ഉദ്ദേശിക്കുന്നത്, അധികം വണ്ണമില്ലാത്തത്. അപ്പോൾ അങ്ങനെ മറിഞ്ഞു വീഴുന്ന പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ആങ്കറിങ് വയർ വെച്ചിട്ടില്ല. വലിയ ചെടിയാണെങ്കിൽ ആങ്കറിങ് വയറിൻ്റെ ആവശ്യം നടുന്ന സമയത്തുള്ളൂ. ഇനി ഇടേണ്ടത് ഒരു ലെയർ പോട്ടി മീഡിയമാണ്. 2 ചട്ടിയിൽ നമ്മൾ പോട്ടി മീഡിയം നിറച്ചു. ഇനി നമുക്ക് ചെടി നടാം. ഇതേപോലെ വലിയൊരു ചെടിയാണ് നമ്മൾ ബോൺസായി ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൊമ്പുകളൊക്കെ പ്രൂൺ ചെയ്ത് കളയാം. അപ്പോൾ എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ ഭാവന അനുസരിച്ച്. അതായത് നമ്മളൊരു ചെടി നടുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാവില്ലേ, അതിന് കൊമ്പുകൾ എങ്ങനെയാണ് വളരേണ്ടത്, അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കണം, അതിന് എത്ര ഹൈറ്റ് വേണം എന്നൊക്കെ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രൂൺ ചെയ്യും. അങ്ങനെ ഈ ചെടിയുടെ കൊമ്പ് നമ്മൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രൂൺ ചെയ്യാനുള്ളത് ഇതിൻ്റെ വേരാണ്. കണ്ടോ, വേര് നല്ല നീളമുണ്ട്. അപ്പോൾ ഇത്രയും നീളം നമുക്ക് വേണ്ട. ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ മെയിൻ റൂട്ടില്ലേ,
ടാപ്പ് റൂട്ട് എന്നാണ് പറയുക. ഈ റൂട്ടാണ് ഇത്. നമുക്ക് നന്നായിട്ട് നീളം കുറച്ച് കട്ട് ചെയ്യാം. ഒരു 1-1.5 ഇഞ്ച് അത്രയൊക്കെ മതിയാവും. അതിനെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതെന്തിനാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോൺസായി എന്ന് പറയുന്നത് എന്താ, ഒരു വലിയ മരത്തിനെ നമ്മൾ ചെറുതാക്കി നിർത്തുകയാണ് അല്ലേ. അപ്പോൾ ഈ ടാപ്പ് റൂട്ട് എന്തിനാണ് കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെറുതായി വരാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറയ്ക്കാം. ഇനി നമുക്ക് ആവശ്യം ഈ നീളമുള്ള വേരിനെ മുറിക്കലാണ്. മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വല്ലാതെ നീളം കുറഞ്ഞ് പോകരുത്. ഒരു 3 ഇഞ്ചെങ്കിലും നീളം വേണം. ഒരു 3 ഇഞ്ച് കണക്കാക്കിയിട്ട് ഇതിനെ മുറിച്ച് കളയുക. ഇതേ അങ്ങനെ വേര് മുറിച്ചു. ഇനി നമുക്ക് ഈ ചെടി നടാം. പിന്നെ നമ്മൾ ചെടി നടാൻ പോവുകയാണ്. ആദ്യം ഈ പോട്ടി മീഡിയത്തിലേക്ക് ഇതിങ്ങനെ ഇറക്കി വയ്ക്കുക. എന്നിട്ട് വേരൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. കാണുന്നുണ്ടോ? ഇത് കണ്ടില്ലേ? നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ഇനിയത്തെ സ്റ്റെപ്പ്, നമ്മൾ ഈ ചെടിയെ ഇവിടെ ഫിക്സ് ചെയ്യണം, ആങ്കർ ചെയ്യണം. അതിനാണ് ഈ ആങ്കറിങ് വയേഴ്സ്. ഈ വയർ എടുത്തിട്ട് അതുകൊണ്ട് ചെടിയെ ഇങ്ങനെ കെട്ടി വയ്ക്കുക. കണ്ടോ? ഇനി ബാക്കി നമുക്ക് പോട്ടി മീഡിയം ഫില്ല് ചെയ്യാം. പോട്ടി മീഡിയം ഇട്ടു. ഇനി നമുക്കത് ലെവൽ ചെയ്യാം. ഇതുപോലെ ചെടിയുമൊക്കെ പോട്ടി മീഡിയം ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് നമുക്കിത് തൂത്ത് കളയാം. അങ്ങനെ 2 ചട്ടിയിൽ നമ്മൾ നട്ടു ഇപ്പോൾ ചെടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് നനയ്ക്കണം. ഇനി ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്ന് പറയുമ്പോൾ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത്, മരങ്ങളൊക്കെ നല്ല വെയിലത്തല്ലേ വളരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഇൻഡോർ ആണ് വെക്കുന്നതെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടിൽ വെക്കുക. പക്ഷേ ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും പുറത്ത് കൊണ്ടുവയ്ക്കണം. പുറത്ത് വയ്ക്കുക എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കരുത്. നമ്മുടെ കാർ പോർച്ചിലെങ്ങാനും വെക്കുക. അപ്പോൾ അതിന് ആ വെളിച്ചം കിട്ടും, ചൂട് തട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു 2-3 ദിവസം പുറത്ത് വയ്ക്കണം. ഇനി നന്നായിട്ട് നനച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ ചട്ടിയിലൊക്കെ ചെടികൾ വളർത്തുമ്പോൾ എങ്ങനെയാണോ നനയ്ക്കുന്നത് അതുപോലെ നനച്ചു കൊടുക്കുക. റെഗുലറായിട്ട് വളം ചെയ്യണം, നന്നായിട്ട് വളം ചെയ്യണം കേട്ടോ. കാരണം ഇപ്പോൾ ഇതിന് പുറത്തുനിന്നൊന്നും കിട്ടാനില്ലല്ലോ, ചട്ടിയിൽ നിന്ന് കിട്ടുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് വളരണമെങ്കിൽ നന്നായിട്ട് വളം ചെയ്യണം. ഇനിയത്തെ സ്റ്റെപ്പ് വയറിംഗ് ആണ്. വയറിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് അടുത്ത ആഴ്ച കാണാം.